ഇപ്പോഴാണോ പരാതി കിട്ടുന്നത്? നമ്മ പരാതി വരില്ലല്ലാതെ നിങ്ങൾ കേൾക്കോന്ന് നമുക്കോ പ്രതീക്ഷയില്ല. ഇക്കൊല്ലം മഴ ശക്തമാകാൻ സാധ്യത. എന്താണ് ഒരു പുച്ഛത്തോടെയുള്ള പത്രവായന? ഒന്നുമില്ലാതെ എന്നാലും നിങ്ങൾ വന്ന് പറയുന്നേ. അങ്ങനെ ഒന്നില്ലപ്പാ. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായം ഇതൊക്കെയല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ. സഹായം നിന്റെ വണ്ടി ചോദിച്ചിട്ട് ഞാൻ വന്നില്ല. നാട് വികസിക്കുന്ന കാര്യമല്ല, വികസിച്ചോട്ടെന്ന് ഞാനും വിചാരിച്ചു. പിന്നെ നിങ്ങൾക്ക് കുറച്ചു പേർക്ക് ജോലിയും കിട്ടും, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. അപ്പോൾ ഇരിക്കില്ല. നാടിയ നാട്ടുകാർ വികസനം നമുക്ക് വേണ്ടെങ്കിലോ? ഈ സഹായം ഹൃദയം തുറന്നു കൊടുത്താൽ കിട്ടുന്ന പണത്തിന്റെ കണക്ക് ഈ ഓനിന്റെ അറിയുന്ന ദീപസ്തംഭ മഹാചര്യം. എനിക്കും കിട്ടണം പണം. അത് മണ്ണ് കൊടുത്തിട്ടായാലും ശരി, മരം കൊടുത്തിട്ടായാലും ശരി. ഹലോ, മുതലാളി ഒന്നും പഠിക്കണ്ട, ഞാൻ വരുന്നുണ്ട്. മുതലാളി അവിടെ എത്തിയോ? ഒന്നും പഠിക്കണ്ട. അല്ല പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് മുതലാളി. ഒന്നും പഠിക്കണ്ട. ഓക്കെ. വരട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. എങ്ങനെയുണ്ട് മുതലാളി? ഞാനും മുതലാളി കണ്ണോട്ടമല്ല, ഭംഗിയായി കണ്ടല്ലോ. സ്ഥലം കൊള്ളാം. ഒരു കിടിലൻ റിസോർട്ടിന് പറ്റിയ സ്ഥലം. പക്ഷേ ഓഫീസർമാർ വല്ല ഇടങ്ങേറുണ്ടാക്കോ എന്നതാണ് പ്രശ്നം. അതൊന്നൊരു പ്രശ്നമല്ല മുതലാളി. പണം കണ്ടാല് ചക്കേന്റെ മോളി ഈച്ച പൊതിയുന്നത് പോലെ വരൂല ഈ പറയുന്ന ഓഫീസർമാര്. ഇല്ലെങ്കിൽ കാതർ വെട്ടും. അതേടൊപ്പം പിന്നല്ല കാതറെ എന്നാ ഉറപ്പിക്കാം. എന്താ ഈ ടീച്ചർ നേരത്തെ മുതലാളി? അല്ല പിന്നെ അല്ല, ഞാൻ പോയിക്കോട്ടെ മുതലാളി. കേളപ്പാ, നീ നാളെ തന്നെ എല്ലാം ഇടിച്ചു നേരത്തണം. ആരും ചോദിക്കാൻ പറ്റില്ല. എന്നാ പോവാ.
വന്നോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. കല്യാണ പെണ്ണിന് ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞാനത് വാങ്ങിക്കാൻ മറന്നുപോയി. അടുത്ത് എന്തെങ്കിലും മാറും. മുന്നറിയിപ്പ് തുടർന്ന വയനാട്ടിലും ഇടവിട്ട് മഴ പെയ്യുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ വിവരം. നിലവിൽ പുഴയിൽ വീടിന്റെ വികസനത്തിന്റെ പേരും പറഞ്ഞ് ഉപ്പ കാട്ടിക്കൂട്ടുന്ന തോന്നാത്ത ഞാൻ കൂട്ടുകുരുമ്മ. അതെന്നെ മോളെ എന്റെ തീരുമാനം. ഈ മണ്ണ് നമ്മള് ജീവനല്ലേ? എന്തൊരു മഴ. പിന്നെ പോലെ വന്നോ മണ്ണിന്റെ രാജാവ്. എങ്ങനെയും ഇത്ര വൈകുന്നത് അതിനൊപ്പം നേരത്തെ വന്നിനി. നീ ഉണ്ടായിരിക്കാം. നീ എന്റെ ലോകം കണ്ടി എന്റെ മോക്ക് ബുദ്ധിയുണ്ട്. നീ ചിന്തിക്കുന്നവരെ ചിന്തിക്കുക. നീ പോയിട്ട് ചോറുണ്ട്. നാട്ടിലെ മണ്ണ് റിസോർട്ടുകാർക്ക് ഇടിച്ചു നിർത്തം കൊണ്ടപ്പോണ് നമുക്ക് പാണ്ടുപ്പ. ഞാൻ ആരോട് പറയുന്നു മോളെ? ഈ പോത്തിനോട് വേറെ ഒരു കാര്യമില്ല. നീ പറഞ്ഞ പോത്ത് ഈ നാട്ടിലെ മണ്ണ് വെച്ച് ഉണ്ടാക്കിയല്ല. ഈ കാണുന്ന സൗഭാഗ്യങ്ങളല്ല. നീ കാണുന്ന ഈ ടിവിയും നീ നിൽക്കുന്ന ഈ വീടും അന്റെ മോള് പഠിക്കുന്നവർക്ക് ഉണ്ടാക്കിയത് ഈ നാട്ടിലെ മണ്ണിട്ട് ഉണ്ടാക്കിയല്ല. അധികം എന്നോട് വേട് വർത്താനം പറയാൻ
എന്റെ മോൾ, എന്റെ ഭാര്യ എല്ലാം നശിച്ചു പോയില്ലേ?